അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിനായി കാത്തു നിൽക്കുകയാണോ? അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ സ്ത്രീകളുടെയും ഓരോ പെൺകുട്ടികളുടെയും മനസ്സിൽ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ നിന്നും സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് നൽകാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ 7 അടയാളങ്ങൾ. ഈ 7 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ സന്തോഷം, സമാധാനം, വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ പോകുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണത്. ഞാൻ പറയുകയല്ല, ഇത് പരിശുദ്ധ ഇസ്ലാമിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇതിൽ ഒന്നാമത്തെ അടയാളം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിശയം തോന്നാം. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് വലിയ വിഷമമായിരിക്കും, സഹിക്കാൻ കഴിയാത്ത വിഷമമായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു സമാധാനം, ശാന്തതയും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ലോകം മുഴുവൻ തകർന്നാലും എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ, ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സമാധാനവും നിങ്ങളുടെ ഹൃദയത്തിനൊരു തണുപ്പും ഉണ്ടാകും. എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു ആത്മധൈര്യവും മനക്കരുത്തും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ആ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ അടയാളമാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണിത്. ഇനി രണ്ടാമത്തെ അടയാളമാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് കൂടുതൽ അടുക്കും. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ഒരു കടമയാകുന്നതിലുപരി നമ്മളത് അല്ലാഹു സുബ്ഹാനഹു തആലയുമായി ഒരു സ്നേഹത്തിലുള്ള ഒരു സംസാരമായി മാറും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ നമുക്ക് വലിയ സമാധാനമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. ഓരോ വാക്കിനും നമുക്ക് വലിയ അർത്ഥം നമുക്ക് തോന്നും. മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ ആത്മീയതയും നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെ തോന്നും. നിങ്ങളുടെ അള്ളാഹുവുമായിട്ടുള്ള ഈ അടുപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങളോട് ഇഷ്ടം കൂടുമ്പോഴാണ് ഈ അടയാളം നിങ്ങളിൽ ഉണ്ടാകുന്നത്. നമ്മൾ എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മുടെ ഹൃദയം അടുക്കുന്നുവോ അതിനേക്കാൾ എത്രയോ ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിലേക്ക് അടുക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ അടയാളം, ഇത് വലിയ കഠിനമായ ഒരു കാര്യമാണെങ്കിലും ഇത് നിങ്ങളുടെ ഒരു നന്മയുടെ സൂചനയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വിഷമിക്കേണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള ഒരു ശിക്ഷ അല്ല, മറിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വലിയൊരു പ്രതിഫലത്തിൻ്റെ അടയാളമാണ്. ഈ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ ക്ഷമയും വിശ്വാസവും റബ്ബിലുള്ള ഭരമേൽപ്പിക്കലുമൊക്കെ വർദ്ധിക്കും. ഈ പരീക്ഷണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുകയും നിങ്ങൾക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ഒരു അറിവ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇനി നാലാമത്തെ അടയാളമാണ്, നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഈ ലോകത്തെക്കുറിച്ചോ നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ മാറും. ഭയം, ദേഷ്യം, അസൂയ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ ഒഴിവാക്കി ദയ, എളിമ, ക്ഷമ, അതുപോലെ മറ്റുള്ളവരോടുള്ള സ്നേഹം, ഇതൊക്കെയും വളർത്തിയെടുക്കാൻ നമ്മൾ പഠിക്കും. ഒരുപാട് ആളുകൾക്കുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് അസൂയപ്പെടുക.
ഏബത്ത് നമീമത്ത് പറയുക, കളവ് പറയുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പരാജയമാണ്. നമ്മുടെ ഇഹലോകം നമുക്ക് പരാജയപ്പെടാൻ ഈ കാര്യങ്ങളൊക്കെ മതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതൊക്കെയും മാറിക്കിട്ടി. നിങ്ങൾക്ക് നല്ല ദയയും ക്ഷമയും എളിമയും സ്നേഹവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ ആത്മീയ വളർച്ചയും തിരിച്ചറിവും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും ലഭിക്കാൻ പോകുന്ന ആ വലിയ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓരോ പാഠവും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഇനി 5-ാമത്തെ അടയാളമാണ്, ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി തോന്നി തുടങ്ങും. അതായത് നിങ്ങൾക്ക് കൂടുതൽ സമ്പത്തില്ല, സ്വന്തമായിട്ടൊരു വാഹനമില്ല, ജോലിയില്ല, വീടില്ല, ഭാര്യയില്ല, മക്കളില്ല, നിങ്ങൾ ഏകനാണ്. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ, അതായത് നിങ്ങളുടെ ശരീര അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ കണ്ണ്, മൂക്ക്, വാഴ, പല്ല്, നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനും നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയും. മാത്രമല്ല, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ ഇലയും ഓരോ പൂവും ഒരു പുഷ്പം നമ്മൾ കണ്ടാൽ പോലും അതിൽ നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തുകയും ആ സന്തോഷത്തിന് അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സമാധാനമായിരിക്കും. മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട്, അവരുടെ സൗന്ദര്യം കണ്ട്, അവരുടെ മറ്റ് എല്ലാ സൗകര്യങ്ങളും കണ്ട്, അള്ളാഹു അവർക്ക് നൽകിയ മറ്റു അനുഗ്രഹങ്ങൾ കണ്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും ജീവിതത്തിൽ. മാത്രമല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറി ഉള്ളതിനെ നിങ്ങൾ അഭിനന്ദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ള ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ നന്മകൾ വർഷിക്കാൻ തുടങ്ങും. നന്ദിയുള്ളവർക്കേ അല്ലാഹു സുബ്ഹാനഹു തആല നന്മകൾ ചെയ്യൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിയ എത്ര ചെറിയ വലിയ അനുഗ്രഹങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക, നന്ദി പറയുക. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എന്നാൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. ഇനി 6-ാമത്തെ അടയാളം. ഈ അടയാളം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതായത് ചില സുഹൃത്തുക്കളോ നിങ്ങളുടെ ചില ബന്ധുക്കളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക മാത്രമല്ല, ചിലപ്പോൾ അകന്നു പോവുക തന്നെ ചെയ്യും. ഇത് നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്നതാണെങ്കിലും ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്നത് നല്ലതിനായിരിക്കും. നെഗറ്റീവായി സ്വാധീനം ചെലുത്തുന്നവരെ മാറ്റി നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനാവശ്യമായ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്നതിനുമുള്ള ഒരു ഒരുക്കമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അതുപോലെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ബിസിനസ് സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ അസൂയക്കാരുണ്ടാകും. നമ്മോട് വലിയ കിബിറുള്ളവരുണ്ടാകും. നമ്മുടെ ഉയർച്ച ഇഷ്ടപ്പെടാതെ നമ്മുടെ പരാജയം മാത്രം ആഗ്രഹിക്കുന്നവരുണ്ടാകും. പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്തിൽ, അതായത് നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാകുന്നത്, ബിസിനസ് ഉണ്ടാകുന്നത്, നമ്മൾ ഭൂമി വാങ്ങിക്കുന്നത്, സ്വന്തമായിട്ടൊരു വീടെടുക്കുന്നത്, അതുപോലെ ഒരു വാഹനം വാങ്ങിക്കുന്നത്, മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത്, ഇതൊന്നും ഇഷ്ടപ്പെടാത്ത എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും. എന്നാൽ അത്തരത്തിൽ നമ്മോട് അസൂയ കാണിക്കുന്നവരെ, നമ്മുടെ വളർച്ചയ്ക്ക് വിജയത്തിന് തടസ്സമാകുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും അകറ്റി നിർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അകറ്റി നിർത്തിയതാണ്. കാരണം അവർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാകില്ല. എല്ലാം അവർ നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ എല്ലാ വിജയത്തിലും അവർ തടസ്സം നിൽക്കും. വിജയിക്കാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അകറ്റി നിർത്തുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു തരത്തിലുള്ള സംരക്ഷണം കൂടിയാണ് നിങ്ങൾക്ക് നൽകുന്നത്.
ഇനി 7ാമത്തെ അടയാളമാണ് നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള അതിയായ ആഗ്രഹമുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനും ദാനം ചെയ്യാനും നല്ല വാക്കുകൾ പറയാനും സ്നേഹം നൽകാനും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാനും ഒരു തരം പ്രചോദനം നിങ്ങൾക്ക് തോന്നും. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്ന ഒരു നന്മയുടെ വെളിച്ചമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഈ വലിയ അനുഗ്രഹം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് കൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇഹലോകത്തും നിങ്ങൾക്ക് വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞ 7 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് വലിയ സന്തോഷം വരാൻ പോവുകയാണ്. ഈ പറഞ്ഞ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പല ആളുകൾക്കൊക്കെ തോന്നും നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കുകയാണോ എന്ന്. അത്രത്തോളം വലിയ പ്രയാസമായിരിക്കും, വലിയ സങ്കടമായിരിക്കും, അത്രയ്ക്കും വലിയ പ്രതിസന്ധിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകാനുള്ള ഒരു സ്പേസ് ഒരുക്കുകയാണ്. നമ്മുടെ അല്ലാഹുവിലുള്ള വിശ്വാസം, ക്ഷമ, നമ്മുടെ നന്മ അതൊന്നും ഒരിക്കലും പാഴാകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾ അനന്തമാണ്. നമ്മൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞ 7 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ഇഹലോകത്തും വിജയിപ്പിക്കട്ടെ. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരിശുദ്ധമായ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.